ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് വന്നിട്ടുള്ളത് പ്യുവർ കോട്ട ഡോറിയ സാരീസാണ്. കോട്ട ഡോറിയ കോട്ടൺ സാരീസാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എൻക്വയറി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമ്മളിതിൻ്റെ വന്ന ബോക്സൊക്കെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. പിന്നെ ഈ സാരീസിനെ പറ്റി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, കുറേ പേർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. അവർ ഈ ജസ്റ്റ് ഈ ഒരു ലുക്ക് കണ്ടിട്ട് മാത്രം വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് പ്യുവർ കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സാരീസിനെ പറ്റി ഞാൻ ആദ്യം തന്നെ പറയാം. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ സാരിയാണ്. കോട്ട ഡോറിയ സാരീസാണ്. ഇങ്ങനെ ഒരു സെറി ബോർഡർ ഇതിൽ വരും. വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. വളരെ കംഫർട്ടബിളാണ് ഉടുക്കാൻ, ഒട്ടും ചൂടെടുക്കില്ല. ഇത് വർക്ക് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ ഇത് എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള സാരീസാണ് കൊണ്ടുവരിക. അപ്പോൾ അത് അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സാരിയാണ്. കോട്ടൺ ആണ് കേട്ടോ. നമ്മൾ സിന്തറ്റിക് കോട്ട സാരീസ് കാണും, അതേപോലെയല്ല. അത് ഇത്തിരി കൂടെ തിക്കായിരിക്കും. ഇതങ്ങനെയല്ല, വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഇത് കഴുകി യൂസ് ചെയ്യാൻ ഒക്കെ പറ്റുന്ന സാരിയാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റാർച്ച് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഡൈയിങ് പ്രോസസ്സൊക്കെ ഹാൻഡ് ഡൈയിങ് ആണ് വരുന്നത്. പിന്നെ ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ പുല്ലിലും മണലിലും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ കുഞ്ഞു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇതൊക്കെ ഇതിൽ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ. ഇത് അത്ര ഇഷ്ടമുള്ളവർക്ക് ഇത് എല്ലാം അറിയുന്നതാണ്. അവരിത് കണ്ണടച്ച് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും സാരീസിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷെ പലരും അത് കേൾക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഇതാ കണ്ടോ, സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലാക്കിലാണ് വരുന്നത്. ഞാൻ 1 ലെയറിൽ എടുത്ത് കാണിക്കാം. വളരെ തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കണ്ടോ. ഇങ്ങനെയാണ് വരിക. ഇത്രയും തിന്നായിരിക്കും. ഇങ്ങനെ ആ ഒരു കോട്ട ഡോറിയ കോട്ട ചെക്സ് കണ്ടോ, ഇങ്ങനെ വളരെ തിന്നായിട്ട് ഇങ്ങനെ വല്ല പോലത്തെ സാരിയാണ്. ഇതിങ്ങനെ തന്നെയാണ് വരിക. കോട്ടൺ ആണ്. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ഉടുത്തൂന്ന് ഒരു ഫീൽ ഉണ്ടാവില്ല. അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടോ. അപ്പോൾ ഇതിഷ്ടമായിട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർ പർച്ചേസ് ചെയ്യായിരിക്കും നല്ലത്. അറിയാത്തവർക്കും പർച്ചേസ് ചെയ്യാം, പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ, നല്ല ഭംഗിയാണ്. ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഇതേപോലത്തെ ബ്ലാക്ക് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇതാ കണ്ടോ, സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ അത് ഒരു ടെറസിലും മണ്ണിലൊക്കെ ഇട്ട് പുല്ലിലൊക്കെ ഇട്ട് ഉണക്കിയതിൻ്റെ ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസും ഒക്കെ കാണും. അതൊക്കെ ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചോ തട്ടിയോ ഒക്കെ കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ഇത്. അപ്പം നമുക്ക് ബൾക്കായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓരോന്നിന്നും ഇതൊന്നും തുടച്ച് മാറ്റിയോ തട്ടിക്കളഞ്ഞോ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യണം. ഇങ്ങനെയാണ് പല്ലു വരിക കണ്ടോ. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ബ്ലൗസ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1850 ആണ്. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. ഇനി ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഓരോ സാരി കാണിക്കുമ്പോഴും പറയില്ല. ഇതിൻ്റെ ഓരോ സാരീസിൻ്റെയും പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, എന്താ മെറ്റീരിയൽ, എങ്ങനെയാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ സ്വഭാവം എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. ഓരോ മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ കോട്ട ഡോറിയ പോലെ ആവില്ല സിൽക്ക്, അതുപോലെ ആവില്ല ടസർ, അതുപോലെ ആവില്ല കോട്ടൺ. എല്ലാത്തിനും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ടാവും. സിൽക്കിൽ തന്നെ പല വെറൈറ്റി, കോട്ടണിൽ തന്നെ പല വെറൈറ്റി ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വളരെ ജെനുവിനായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 2 ആണ്. ചിലത് കുറച്ച് സ്റ്റാർച്ചുള്ള പോലത്തെയാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം മാനുഫാക്ചറിങ് കഴിഞ്ഞ് വരുമ്പോൾ ചിലതിൽ സ്റ്റാർച്ചുള്ളത് ഉണ്ടാവും, ചിലതിൽ ഇത്തിരി സ്റ്റാർച്ചില്ലാത്തത് ഉണ്ടാവും. പല ഇതായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലിത്തിരി സ്റ്റാർച്ചുള്ള പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്പർ 2 ആണ്. ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് അങ്ങനെ വാഷ് ചെയ്ത് അങ്ങനെ ഹാൻഡ് വാഷ് സോഫ്റ്റ് വാഷേ പാടുള്ളൂ. നമ്മൾ ഒരുപാട് സോക്ക് ചെയ്യുകയോ വലിച്ചടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് സോഫ്റ്റ് തിൻ ഫാബ്രിക്കാണ്. കോട്ടൺ ആണ് കേട്ടോ.
പല്ലു ഇതേപോലെ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത്. ഇത്തിരി സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയിൽ അയൺ ചെയ്ത് പ്ലീറ്റ്സൊക്കെ എടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇങ്ങനെയാണ് വരിക സാരി. ഇങ്ങനത്തെ സെറി വരുന്നുണ്ട്. കോട്ട ഡോരിയ സാരീസാണ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 2 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ബ്ലാക്ക് കുഞ്ഞ് ഡോട്ട് വരുന്ന സാരി. 2 സൈഡിൽ ഈക്വൽ വിഡ്ത്തിലാണ് ബോർഡേഴ്സ് വന്നിട്ടുള്ളത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ സാരിയാണ്. റേറ്റ് വരുന്നത് 1850. ഈ വീഡിയോയിലെ എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 3 ആണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് പ്യുവർ ഒരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ലോവർ ബോർഡേഴ്സ് ഇങ്ങനെ വരും. ഇതൊക്കെ തന്നെയാണ് ഈ സാരീസിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര ഒരു കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ, ഇങ്ങനെ പാറി പറന്ന് അങ്ങനെ പോകുന്ന ഒരു സാരിയാണ് കേട്ടോ. വളരെ തിൻ ആൻഡ് സോഫ്റ്റാണ്. ഇത് സ്റ്റാർച്ചില്ല. ചില സാരീസിൽ സ്റ്റാർച്ച് ഉള്ളതും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്തിട്ട് ഇത്തിരി തിക്ക് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, അത് ഇഷ്ടമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും. അത് ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോഴും. ഇതേപോലെ പല്ലു, ഇതാണ് ബ്ലൗസ്. ഇതേപോലെ സ്ലീവ്സിൽ അത് നമുക്ക് ഇപ്പോൾ സെപ്പറേറ്റ് അങ്ങനെ കാണില്ല. ഇതുപോലത്തെ സാരീസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴും തിളക്കോ മിനുക്കോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു മാറ്റ് ഫിനിഷിലാണ് എല്ലാം വരിക. പക്ഷേ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടായിരിക്കും അത് വെയർ ചെയ്ത് വരുമ്പോൾ. ഇത് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് കേട്ടോ, കസ്റ്റമേഴ്സ്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എൻക്വയറി വരുന്നതാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 1850. അടുത്തത് നമ്പർ 4 ആണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെ വരും. ഇതൊരു എന്താ പറയുക, ഒരു ഡസ്റ്റി ബ്രിക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അതിനിതാ ലോവർ ബോർഡറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. നല്ലൊരു റോസ് ഫ്ലവറൊക്കെ പോലെ തോന്നുന്ന ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് വെയർ ചെയ്ത് വരുമ്പോൾ. എല്ലാം ഒരു ഡിസൈനർ സാരി ആൻഡ് ബ്ലൗസ് പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെയർ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. കൂടുതലും ഇത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. പ്യുവർ കോട്ട ഡോരിയ സാരിയാണ്. റേറ്റ് സെയിം ആണ്, 1850. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 5 ആണ്. ഈ സാരീസിലും കൂടുതൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ബ്രൗൺ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇത്രയും തിന്നായിട്ടുള്ള കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ചിലതാണ് സോഫ്റ്റ്, സ്റ്റാർച്ച് ഇല്ലാത്തത്. ചിലത് ഇത്തിരി സ്റ്റാർച്ച് ഉള്ളതുണ്ട്. അത് ഇത്തിരി ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കും. വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര കണ്ടോ, ഇങ്ങനെയാണ് സാരി. പല്ലു ഇതേപോലെ വരും കേട്ടോ. ഞാനിതിപ്പോൾ തിൻ ലെയറായിട്ട് കാണിക്കുക. കുറേ പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും സീ ത്രൂ ആണ് കോട്ട ഡോറിയ സാരി. അതും പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ എന്തായാലും സീ ത്രൂ ആയിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു ആ ഒരു മെറൂൺ ഷെയ്ഡിൽ ബ്ലാക്കും കൂടെ ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1850, 1850 കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ വരുന്നത്. ഇതും ഒരു ബ്രിക്ക് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിൽ ഇതേപോലത്തെ നമ്മൾ നേരത്തെയും കാണിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അടുത്തത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബ്രിക്ക് ബ്രൗൺ ആൻഡ് ആ ഒരു ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാണ് സാരി വരിക. അടുത്തത് നമ്പർ 7 ആണ്. ഈ ഒരു പാറ്റേണിനൊക്കെ ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളതാണ് കേട്ടോ.
കുറേ പേര് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കണം. ഇങ്ങനെയാണ് സാരി വരിക. കണ്ടോ, ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഇതേപോലെ വരും കേട്ടോ. രണ്ട് സൈഡിലും ഒരേ വിടുത്തുള്ള ബോർഡറാണ്. പല്ലു വരുന്നത് ദാ ഇങ്ങനെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ദാ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ. ഇതൊക്കെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് സാരിയായിട്ട് വെയർ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി അറിയുള്ളൂ കേട്ടോ. കണ്ടോ, റേറ്റ് വരുന്നത് 1850, ഫ്രീ ഷിപ്പിംഗ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 8 ആണ്. ഇതൊരു ഗ്രീനിൻ്റെ ഒരു ടോണാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഗ്രീനും മസ്റ്റാർഡൊക്കെ മിക്സായ പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് യെല്ലോ അല്ല, വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഗ്രീനിൻ്റെ ലൈറ്റ് ഒരു ഗ്രീനിൻ്റെയൊക്കെ ഒരു ടോണാണ് വരുന്നത്. ഇതേപോലെ ഒരു ബ്ലൂ ഡിസൈൻ വരുന്ന ബോർഡറാണ്. ഇങ്ങനെയാണ് വരുന്നത്. പ്യുവർ കോട്ടാഡോരിയ കോട്ടൺ സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരിക. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോൾഡിങ് കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലതെല്ലാം ഓപ്പൺ ആക്കാതെ വിടുന്നത്. കണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലു ഇതേപോലെ വരുന്നത്. ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. റേറ്റ് സെയിം ആണ്. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെ വരിക. നേരത്തെ കണ്ട അതേ കളർ കോമ്പിനേഷൻ, അതിൻ്റെ ഡിസൈനിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ചിലതൊക്കെ വളരെ കുറച്ച് പീസുള്ളതുണ്ട്, ചിലത് ഇത്തിരി അധികം പീസുള്ളതുണ്ട്. പക്ഷേ എത്ര ഉണ്ടെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ഇതും നേരത്തെ ആ ഒരു സെയിം കളറാണ്. ഒരു ഗ്രീനും മസ്റ്റാർഡും മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത്. ബ്ലൂവിൽ പല്ല് വരുന്നത് ഫുൾ ബ്ലൂവിൽ. കണ്ടോ, ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പർ ബോർഡർ വളരെ തിന്നായിട്ടുള്ള ആ ഒരു കോട്ടാഡോറിയയുടെ ആ ഒരു ജറി മാത്രമാണുള്ളത്. ലോവർ ബോർഡർ ഇതേപോലെ ബ്രോഡായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരും. റേറ്റ് സെയിം ആണ്, 1850. അടുത്തത് നമ്പർ 10 ആണ്. ഇതും ഒരു ബ്രിക്ക് ബ്രൗൺ ആ ഒരു ഷെയ്ഡിലുള്ളതാണ്. ഒരു മെറൂണും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഈ കളർ വരുന്നത്. ആ ഒരു നാച്ചുറൽ ഡൈയിങ്ങിൽ വരുന്നൊരു കളർ ഉണ്ടല്ലോ, അതേപോലെയാണ് കേട്ടോ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലും ഇതാ ഈക്വൽ ആയിട്ടുള്ള വിധത്തിലുള്ള ബോർഡറാണ്. ഇതേപോലെയാണ് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ബ്ലൗസ് ഇതേപോലെ കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ സാരിയും ബ്ലൗസും കൂടെ ഒക്കെ വെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും. ഇത് വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സാരിയാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഉൾവശമൊക്കെ ഇതേപോലെ ഉണ്ടാവുക കേട്ടോ. ആ ഒരു സെറീൻ്റെയൊക്കെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. പിന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടി ഇംപെർഫെക്ഷൻസും കളർ സ്മഡ്ജസും എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.